തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ വാനലോകത്ത് നിന്ന് മാലാകമാർ ഇറങ്ങി വരുമത്രേ. അവന്റെ അടുക്കൽ അല്ലാഹുവിന്റെ മാലാകമാര് വരുമെന്നാണ്. സഹോദരങ്ങളെ, മലായിക്കത്തുകൾ വരുന്നത് 3 സ്ഥലങ്ങളിലാണ്, 3 സമയങ്ങളിലാണ് മലക്കുകൾ കടന്നു വരുന്നത്രേ. അതിൽ ഒന്നാമത്തേത് ഇൻദൽ മൗതി, നീ മരിക്കുന്ന സമയത്താണ്. മരണാസന്നനാകുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാകമാര്, റഹ്മത്തിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ ചിറകിലേറിയിട്ട് നിന്റെ അടുക്കലേക്ക് വരുന്നതാണ്. കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിലെ അഞ്ചുമുക്കം എന്ന പ്രദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരികയാ. ആ മലക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്? മരിക്കുന്ന സമയത്താണ്. പിഴച്ചു പോകുകയില്ല. മരിക്കുന്ന സമയത്ത് നിന്റെ ഈമാൻ തെറ്റിപ്പോകൂല. മരിക്കുന്ന സമയത്ത് നീ മോശമായ നിലയിൽ മരിക്കൂല. മരിക്കുന്ന സമയത്ത് മോശമായ ചിന്തകൾ നിന്റെ കൽബിൽ കടന്നു വരില്ല. മോശമായ വാക്കുകൾ നിന്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കൽ മലക്കുകൾ വരികയാ. പിന്നീട് ഈ മലക്കുകൾ വരുന്നത് എവിടെയെന്നറിയോ? വഫിൽ ഖബരി, ആരോരുമില്ലാത്ത ഖബറിന്റെ ഏകാന്തതയിൽ നിന്നെ കൊണ്ടുവെക്കുമല്ലോ. മരിച്ചാൽ വീട്ടിൽ മയ്യത്ത് പ്രദർശനത്തിന് വേണ്ടി വെക്കുമ്പോൾ, പൊതുദർശനത്തിന് വേണ്ടി വെക്കുന്ന സമയത്തും നിന്റെ ചുറ്റും നിന്റെ മക്കളുണ്ടല്ലോ. ഖൽഫി കരീമാത്തിൻ അലയ്യാ വബാക്കിയാ വഫീഹിൻ ഉമ്മി ഔ ശഖീഖി വഇത്രതി. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ പിന്നിൽ നിന്റെ ഉമ്മയുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്. എല്ലാവരും നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം 4 ഭാഗത്ത് സങ്കടപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചിരിക്കുകയാ. പക്ഷേ നിന്നെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ നിന്റെ ഭാര്യയില്ല, നിന്നെ സ്നേഹിച്ചവളില്ല, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേമഭാജനമില്ല, നിന്റെ പ്രിയപ്പെട്ട മക്കളില്ല, ആരുമില്ല. ഒറ്റയ്ക്കാണ് ഖബറിൽ കിടക്കേണ്ടത്. അവിടെ റഹ്മത്തിന്റെ മാലാകമാര് വരുമെന്നാണ്. ഇനി മൂന്നാമത് എവിടെയെന്നറിയോ? വഇൻദൽ ബഅസി, ഖബറിൽ നിന്ന് നീ എഴുന്നേറ്റ് വരുന്ന പുനർജന്മത്തിന്റെ സമയമുണ്ടല്ലോ. ആ സമയത്തും നിന്റെ അടുക്കൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുമെന്നാ. ആ മലായിക്കത്തുകൾ വരണമെങ്കിൽ എന്താ നീ ചെയ്യേണ്ടത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, റസൂലുള്ളാഹിമൊക്കെ പറഞ്ഞതുപോലെ എന്നെ സൃഷ്ടിച്ചത് എന്റെ റബ്ബാണ്, എന്നെ സംരക്ഷിക്കുന്നത് എന്റെ റബ്ബാണ്, എന്നെ അവസാന സംഹരിക്കുന്നതും എന്റെ റബ്ബാണ്. ആ ഉറച്ച നിലപാടിൽ സുമ്മ ഇസ്തഖാമൂ, അടിയുറച്ച് നിൽക്കുകയും ചെയ്ത തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ അടുക്കലേക്ക് പറന്നിറങ്ങുന്നതാണ്. മരിക്കുന്ന സമയത്ത് അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരും. വരണ്ടേ? ആര് കൂടിയാലെന്താ, ആര് കരഞ്ഞാലെന്താ, ആര് സങ്കടപ്പെട്ടാലെന്താ, ഇതൊന്നും നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നതല്ല, ഒരു നയാ പൈസയുടെ ഗുണം ചെയ്യുന്നതല്ല. മരിക്കുന്ന സമയത്ത് ആളുകൾ 10,000 പേര് വന്ന് മയ്യത്ത് കണ്ടിട്ട് പോയി, നമുക്കെന്ത് കിട്ടാനാ? ജീവിച്ചിരിക്കുന്ന മകന് വില. ഉമ്മൻചാണ്ടി മരിച്ചു, ഉമ്മൻചാണ്ടിയെ കോടിക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും ഒരു പല്ലിമുട്ടായിയുടെ ഗുണം പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് ഉണ്ടാവുമോ? ഉണ്ടാവൂല. ആർക്കാ ഉണ്ടായത്? തന്റെ മകൻ ചാണ്ടി ഉമ്മന്, തന്റെ ഭാര്യയ്ക്ക്, തന്റെ മക്കൾക്ക്. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ വീടും നാടും ഒക്കെ ഇളകി മറിഞ്ഞ് വണ്ടികളും അതുപോലെ തന്നെ ബ്ലോക്കായി ആളുകളുടെ പ്രളയമായിരുന്നു, ഒഴുക്കായിരുന്നു നമ്മുടെ കാണാൻ. അതുകൊണ്ട് മരിച്ച ആളിന് എന്തെങ്കിലും അവാർഡ് കിട്ടുമോ? എന്തെങ്കിലും ഗുണമുണ്ടോ? ഇയാൾ മരിച്ചുപോയി എന്നതിന്റെ പേരിൽ എന്തെങ്കിലും ആളുകൾ പറയും അദ്ദേഹത്തിന്റെ മരണത്തിന് ഇത്രയും ആളുകളായിരുന്നു എന്ന് പറയും. അതിന്റെ ക്രെഡിറ്റ് പിന്നീട് മക്കൾക്കും ഭാര്യയ്ക്കാ കിട്ടുക, നമുക്കൊരു ഗുണവും ഇല്ല. പിന്നെ നിസ്കരിക്കാൻ 100 പേര് കൂടുന്നിടത്ത് അവൻ 100 പേര് കൂടിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസുണ്ട്. നിസ്കാരത്തിന് ആളുകൾ വേണം. എത്ര പേരാ നിസ്കരിക്കാനുള്ളത്? പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന എത്ര പേരുണ്ടാവും? 5 സഫ്, 6 സഫ്. മയ്യത്ത് കാണാനോ 6000 പേര്. ഒരു സഫിൽ 35 പേര് വെച്ച് അല്ലെങ്കിൽ 40 പേര് വെച്ച് 5ഓ 6ഓ സഫ് ഉണ്ടാവും, അല്ലേ?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മയ്യത്ത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വരും. എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? ഒരു ഗുണവുമില്ല. പക്ഷേ മരിക്കുന്ന സമയത്ത് നമ്മൾ ഐസിയുവിലാണെന്നോ, വീട്ടിലാണെന്നോ, ആശുപത്രിയിലാണെന്നോ, വാഹനത്തിലാണെന്നോ, റോഡിലാണെന്നോ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ആ സമയത്ത് കടന്നു വരണം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാര്. ആ മലക്കുകൾ കടന്നു വരണമെങ്കിൽ ഒരൊറ്റ നിബന്ധന അല്ലാഹു വെച്ചു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹ് ഉറക്കെ പറയണം. സുമ്മസ്തഖാമു, എന്നിട്ട് ആ ഏവനെങ്കിലും കണ്ണുരുട്ടം വിട്ടിട്ട് പോകരുത്, അടി ഉറച്ചു നിൽക്കുകയും വേണം. ഇത്ര സിമ്പിളാ. പക്ഷേ വലിയ പാടാണ്, പ്രയാസമാണ്. ഏതുപോലെ ഈ ഒരു കാര്യത്തിൽ നിന്നാണ് അഷ്റഫുൽ ഖൽക്കിന് നര ബാധിച്ചത്. ഈ ഒരു കാര്യമാണ് ഗൗസുൽ ആലമും നമ്മളും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അടിയുറച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. പറ്റിയാൽ മരിക്കുന്ന സമയത്ത് എവിടെയാണെങ്കിലും, ഐസിയിലാണെങ്കിലും, ആശുപത്രിയിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, കാറിലാണെങ്കിലും, കപ്പലിലാണെങ്കിലും, വിമാനത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും അള്ളാന്റെ മലക്കുകൾ അടുത്ത് വരും. ആശ്വസിപ്പിച്ചിട്ട് മലക്കുകൾ റൂഹ് പിടിക്കുന്ന രംഗമൊക്കെയുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. രണ്ടാമത് ഖബറിൽ വരും. ഒരൊറ്റ മനുഷ്യരും വരൂലല്ലോ. ആരെങ്കിലും വരുമോ? സ്നേഹനിധിയായ ഭാര്യ പോയി, അതുകൊണ്ട് ഭർത്താവ് കരഞ്ഞോണ്ട് ഖബറിനകത്ത് ഇറങ്ങിക്കിടന്ന ഒരു ചരിത്രം നിങ്ങൾക്കുണ്ടോ? ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ടോ? വാപ്പ മരിച്ചു എന്നതിന്റെ പേരില് പിരിയാത്ത പ്രിയപ്പെട്ട പൊന്നുമോന് വാപ്പയോടൊപ്പം ഖബറിനകത്ത് ഇറങ്ങി കിടന്നിട്ടുണ്ടോ ഇന്ന് വരെ? ചിന്തിച്ചു നോക്ക്. ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് മരണപ്പെടുമ്പോ ഏത് ശിഷ്യനാണ് ഉസ്താദിനോടൊപ്പം ഖബറിനകത്ത് ചെന്ന് കിടക്കുക? കിടക്കൂല. ഖബറിൽ ഒറ്റയ്ക്കാണ്. പക്ഷെ അവിടെ മലക്കുകൾ വരണം. മലക്കുകൾ വരണം. സഹായത്തിനായി അള്ളാഹുവിന്റെ അംലാക്കുകളെ അവിടെ അയക്കണം അള്ളാഹു. അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഊടുത്തുണിയില്ലാതെയാ നമ്മൾ പോവുക. നാളെ പരലോകത്ത് വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹദീസുകൾ പറഞ്ഞത് മൂന്ന് രീതിയിലാണ്. വല്ലാത്ത വിശപ്പ്, വല്ലാത്ത വിശപ്പ്. കാരണം എത്ര ദിവസം കഴിഞ്ഞ് വല്ലതും കഴിച്ചിട്ട്. ഇവിടെ നിന്ന് ഉംറയ്ക്ക് പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ നിന്ന് യാത്രയായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ പിന്നെ അവിടെ ഒരു 2-3 മണിക്കൂർ ഇതൊന്നും നമുക്ക് നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല. ജിദ്ദയിൽ ചെന്നിറങ്ങി നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ മക്കയിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഉംറയൊന്നുമല്ല. ആദ്യം ചെയ്യുന്നത് എല്ലാ ആളുകളും നന്നായിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. കാരണം എത്ര തലേ ദിവസം രാത്രി കയറിയല്ലേ, ഇപ്പൊ നേരത്തോട് നേരെ ആകാൻ പോവാ. നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല, നല്ല ഭക്ഷണം കഴിക്കും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരു സമയം വിശന്നിട്ടാ പോവുക. വാഴ്ത്തശ, നല്ല ദാഹം ഉണ്ടാവും. വാഴ, ഒരു നൂൽ ബന്ധം ഉണ്ടാവൂല. കാരണം തുണിയെല്ലാം അഴിച്ചെടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിരിക്കുകയല്ലേ. 3 വെള്ള തുണിയിലല്ലേ നമ്മളെ പൊതിഞ്ഞ് കിടത്തിയത്. പരിപൂർണ നഗ്നനായിട്ടാണ് നാളെ പരലോകത്ത് വരിക. ആ സമയത്ത് അവിടെ ഒരാളുമില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് നിന്നെ സഹായിക്കാൻ കടന്നു വരണം. ആരെന്നറിയോ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അംലാക്കുകളെ കടന്നു വരണം. പ്രിയപ്പെട്ട സഹോദര, അതിനെന്താ വേണ്ടത്? തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മാലാഖമാര് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരണം. അതിന് നീ ചെയ്യേണ്ടത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ, അല്ലാഹ് പറയുകയാണ് എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുക മാത്രമല്ല അതിൽ അടി ഉറച്ചു നിൽക്കുകയും വേണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് എന്തെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മലക്കുകൾ വരിക മാത്രമല്ല, നീ ദുനിയാവിന്റെ ഒരൊറ്റ കാര്യത്തിലും നീ ദുഃഖിക്കണ്ട. ആഖിറത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഭയവും വേണ്ട. ദുനിയാവിന്റെ വിഷയപ്പെടുന്ന ദുഃഖം എന്താണ്? അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ കുടുംബം, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൻ പോകുന്നത്. കൂട്ടുകാര്, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരാള് അവിടെ ചെന്നാൽ പിന്നെ എന്താകുമെന്ന ആലോചനയിൽ ഭയം. ഇവിടെ എവരെ ഉപേക്ഷിച്ചതിന്റെ ദുഃഖം. ഇതാണല്ലോ ഒരു പ്രവാസിയുടെ അവസ്ഥ.
അല്ല പറയാ, നീ ഈ ഭൗതിക ലോകത്ത് നിന്ന് സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോ അല്ല ഏകനാണെന്നും അതിൽ അടിയുറച്ച് നിൽക്കാനുള്ള മനസ്ഥിതി നിനക്കുണ്ടെങ്കിൽ അവര് വന്നിട്ട് പറയും, ആര് മലായിക്കത്തുകൾ വന്നിട്ട് പറയും, മരണസമയത്തും പറയും, ഖബറിലും പറയും, എഴുന്നേക്കുന്ന സമയത്തും പറയും, അല്ലാ തഖാഫൂ, പേടിക്കല്ലേ പേടിക്കല്ലേ, വലാ തഹ്സനൂ, ദുഃഖിക്കരുതേ ദുഃഖിക്കരുതേ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് വഅദ ചെയ്തിട്ടുള്ള സ്വർഗ്ഗം, ആ സ്വർഗ്ഗം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് തരുന്നു. അതിന്റെ സുവിശേഷം അറിയിക്കുകയാ, സുവാർത്ത തരികയാണ്. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരികയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ കിട്ടുന്ന ആളുകൾ, അവരാണ് ഔലിയാക്കള്. അവർക്ക് മരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. റസൂലുള്ളാഹിന്റെ കഥ എത്ര എണ്ണം നമ്മൾ കേട്ടതാണ്. ഒരുപാട് കേട്ട് തഴമ്പിച്ചു പോയൊരു കഥയുണ്ടല്ലോ. റസൂലുള്ളാഹി റളിയല്ലാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം പരിശുദ്ധമായ നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ, വലിയ മുതലാളിയാണ്, കപ്പൽ മറിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കറിയാലോ. കപ്പൽ മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്ന് പറയുമ്പോ അദ്ദേഹം ഒരു സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ, ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാ, കപ്പൽ ഇത്രയും നാളത്തെ സ്വത്ത്, ഇത്രയും നാള് സമ്പാദിച്ചത്, ഇതൊക്കെ ബിസിനസ്സിന് ഇറക്കിയിട്ട് ആ ബിസിനസ് ചരക്കുമായിട്ട് വന്ന ചരക്ക് കപ്പൽ കടലിന്റെ മധ്യഭാഗത്ത് വെച്ച് മറിഞ്ഞിരിക്കുന്നു, സർവ്വതും നശിച്ചിരിക്കുന്നു എന്ന് ശിഷ്യൻ വന്നിട്ട് പറയുമ്പോ ഉസ്താദ് പ്രസംഗത്തിലാണ്. അപ്പൊ ഒരു നിമിഷം ഇങ്ങനെ ഇങ്ങനെ പകച്ചു നിന്നു. എന്നിട്ട് ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാ. ഉടൻ തന്നെ വേറൊരാൾ ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നമ്മുടെ സാധനമല്ല. അപ്പോഴും ഒരു സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. സദസ്യര് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോഴും ഞങ്ങൾക്ക് സംശയം, ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചത് എന്താ? ആദ്യം നിങ്ങൾ എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞത്? ആ സമയത്ത് ഗൗസുൽ ആലം പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ സർവ്വ സ്വത്തുക്കളും കടലിൽ മുങ്ങിത്താണു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം എന്റെ കൽബിലേക്ക് നോക്കി, കൽബിന് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ എന്നറിയാൻ. നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. രണ്ടാമത് എന്റെ കപ്പലല്ല മറിഞ്ഞത്, മറ്റാരുടെയോ കപ്പലാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ സ്വത്തുക്കൾ നശിച്ചില്ലല്ലോ, അൽഹംദുലില്ലാ. അല്ല, ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഞാൻ പെട്ടെന്ന് എന്റെ കൽബിലേക്ക് നോക്കി, എന്റേതല്ല, എന്റെ സ്വത്തുക്കൾ സുരക്ഷിതത്വമുണ്ട് എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഭാവവ്യത്യാസം വന്നോ, സന്തോഷം കൂടിയോ? ഞാൻ നോക്കിയപ്പോ കൂടിയിട്ടില്ല. അൽഹംദുലില്ലാ. ഇതൊക്കെ എന്റെ കൽബിന്റെ വെളിയിലാണ്, ഇതൊക്കെ എന്റെ കൽബിന്റെ വെളിയിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഈ നിലയിലെത്തിയത്. അതുകൊണ്ടാ സഹോദരങ്ങളെ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അവർക്ക് ഭൗതിക ലോകത്ത് നഷ്ടകഷ്ടങ്ങളിൽ ദുഃഖമില്ല, ആഖിറത്തെ പറ്റിയിട്ട് യാതൊരു ഭയവുമില്ല. അങ്ങനെയുള്ള മഹത്തുക്കൾ ആ നിലയിലെത്തപ്പെട്ടത് എന്തിന്റെ പേരിലാണ്? അവർ അല്ലാഹു ഏകനാണെന്ന് പറയുക മാത്രമല്ല, അതിൽ അടിയുറച്ച് നിന്നതിന്റെ പേരിലാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്തഖീമൂ. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇസ്തഖീമൂ, നിങ്ങൾ ഇസ്തിഖാമത്തുള്ളവരാകണേ. വഅലമൂ അന്ന ഖൈറ അഅമാലികും അസ്സലാത്ത്, അറിയണേ നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാ. സഹോദരങ്ങളെ, ചിന്തിക്കണേ, ഇസ്തിഖാമത്ത് മുറുകെ പിടിക്കാൻ ഇതിനപ്പുറം വേറെ വഴിയൊന്നുമില്ല. ഒരു മനുഷ്യൻ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്തിഖാമത്തുണ്ടാകുമെന്ന് ഈ ഹദീസിലൂടെ വ്യക്തമാണ്. ഇസ്തഖീമോ, ഇസ്തിഖാമത്തുണ്ടാകണേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, വഅലമൂ, നിങ്ങൾ അറിയണേ, അന്ന ഖൈറ അഅമാലികും അസ്സലാത്ത്, 5 നേരത്തെ നിസ്കാരമാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അമല്. അതുവഴിയാണ് ഇസ്തിഖാമത്ത് ഉണ്ടാവുക.
സുബഹി നിസ്കാരം കഴിഞ്ഞു. സുബഹി നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത ഓരോ മനുഷ്യന്റെ ചിന്ത എന്താണ്? ഒരു വാഹനം യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്, ദീർഘദൂര യാത്രയാണ്, അല്ലെങ്കിൽ വാഹനം കയറുകയാണ്, അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുകയാ. ഒരു സത്യവിശ്വാസിയുടെ ചിന്ത എന്തായിരിക്കും? ലൊഹറിന് എവിടെ എത്തും? ലൊഹർ എത്ര മണിക്കാ? ഈ ഒരു ചിന്തയായിരിക്കും. ലൊഹർ നിസ്കരിക്കാനുള്ള വ്യഗ്രത. ലൊഹർ നിസ്കാരം കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ ചിന്ത അസറിന് എവിടെയാണ് ഞാൻ എത്തുക? എവിടെയാണ് ഞാൻ എത്തുക? അസർ നിസ്കരിക്കണമല്ലോ, അസറിന്റെ സമയമായല്ലോ. ആ ഒരു ചിന്ത അവന്റെ മനസ്സിൽ വരികയാ. അസർ കഴിഞ്ഞാൽ മഗ്രിബിനെ പറ്റിയിട്ടുള്ള ചിന്തയാ, മഗ്രിബ് കഴിഞ്ഞാൽ ഇശാഇനെ പറ്റിയിട്ടുള്ള ചിന്തയാ, രാത്രി കിടന്നുറങ്ങിയാൽ നേരം വെളുത്താൽ സുബഹി നിസ്കരിക്കുന്ന ചിന്തയാ. ഒരു മനുഷ്യന്റെ ജനനം മുതൽ ആഖിറം വരെ 5 നേരത്തെ നിസ്കാരം സൂചിപ്പിക്കുകയാണ്. അറിയോ? ജനനം മുതൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പല്ലേ സുബഹി. സുബഹി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ സുബഹിയുടെ ടൈം കഴിഞ്ഞു. ഈ സൂര്യോദയത്തിന് മുമ്പുള്ള ഈ സുബഹി നിസ്കാരം ഒരു മനുഷ്യന്റെ ഉദയത്തെ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ജനനത്തെ സൂചിപ്പിക്കാൻ. അത് കഴിഞ്ഞിട്ട് സൂര്യൻ ഇങ്ങനെ കിഴക്ക് നിന്ന് ഉയർന്നുയർന്ന് നേരെ നട്ടുച്ച നേരത്ത് നമ്മുടെ തലയ്ക്ക് മീതെ വരുമ്പോൾ ഒരു നിഴല് പോലെ കാണാൻ പറ്റാതെ നമ്മുടെ ശരീരത്തിന്റെ നിഴല് കാലിനടിയിൽ ഒളിക്കുകയാ. ആ സമയത്ത് നട്ടുച്ച നേരമാണ്, വല്ലാത്ത തിളപ്പാണ്, ചോര തിളയ്ക്കുകയാ, ചൂട് കഠിനമാവുകയാണ്. ആ സമയം സൂചിപ്പിക്കുന്നത് ലൊഹർ. ആ സമയം ലൊഹറിന്റെ സമയമാണ്. അതൊരു മനുഷ്യന്റെ യുവത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ജനിച്ചു കഴിഞ്ഞ് അവന് യുവാവാകുന്ന സമയത്ത് അങ്ങോട്ട് തിളക്കിയ ചൂട്, ചോര തിളക്കിയാണ്. ലൊഹറിന്റെ സമയം ഭയങ്കരമായിട്ട് പ്രഷറല്ലേ, ചൂട്. ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിന് വല്ലാത്ത രക്തത്തിന്റെ തിളപ്പല്ലേ, അത് ലൊഹറിന്റെ സമയമാണ്. അതേപോലെ മനുഷ്യന്റെ യുവത്വത്തെ അറിയിക്കുകയാണ് ലൊഹർ നിസ്കാരം. അത് കഴിഞ്ഞ് പടിഞ്ഞാറേക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരികയാണ്, പടിഞ്ഞാറേക്ക് ഇങ്ങനെ ചാഞ്ഞു വരികയാണ്. അതൊരു മനുഷ്യന്റെ അസർ നിസ്കാരത്തെ സൂചിപ്പിക്കുന്ന അസർ നിസ്കാരമാണ്. ആ ടൈമിൽ ഇങ്ങനെ പടിഞ്ഞാറേക്ക് ഇങ്ങനെ കുനിഞ്ഞു വരുമ്പോൾ പഴയ ചൂടും തിളപ്പും ഒന്നും ഇപ്പൊ സൂര്യനില്ല, എങ്കിലും ചെറിയ ചൂടും വെട്ടമൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊരു മനുഷ്യന്റെ വാർദ്ധക്യമാണ്. പഴയതുപോലെ ഇപ്പൊ വലിയ ആരോഗ്യമൊന്നുമില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കണ്ണിന് കാഴ്ച മങ്ങി, കാതിന് കേൾവി ശക്തി മങ്ങി, സംസാരശേഷിക്ക് വിക്ക് വരുന്നു, അതുപോലെ തന്നെ കൈക്കും കാലിനും ബലക്കുറവുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോഴും അവന്റെ ആ ഒരു ചൂടും അവന്റെ വെട്ടവും വെളിച്ചവും ഒക്കെ മങ്ങിയിട്ടില്ലല്ലോ. ഇത് അസർ നിസ്കാരം മനുഷ്യന്റെ വാർദ്ധക്യത്തെ സൂചിപ്പിക്കുകയാ. ഒന്ന് കുനിഞ്ഞല്ലോ സൂര്യൻ പടിഞ്ഞാറേക്ക്, ഈ മനുഷ്യനും ഇങ്ങനെ ഒന്ന് കുനിഞ്ഞു, വാർദ്ധക്യം. അത് കഴിഞ്ഞ് സൂര്യന് പടിഞ്ഞാറന് ചക്രവാളത്തിൽ അസ്തമിക്കുമ്പോൾ സൂര്യനതാ മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പള്ളിയിൽ വരുന്ന ആളുകളെ മുഖതാവിൽ കാണാൻ പറ്റുകയാ, എല്ലാവരെയും തമ്മിൽ കാണാൻ പറ്റുന്ന നിലയ്ക്കതാ മഗ്രിബിന്റെ സമയമായി സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. പക്ഷേ ആളുകളെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. സൂര്യൻ പോയെങ്കിലും ചെറിയ വെട്ടം അവശേഷിക്കുന്നുണ്ട്. ഇത് മനുഷ്യന്റെ മരണമാണ്. അവൻ അസ്തമിച്ചു എങ്കിലും ആളുകൾ പറയും, ഓ കഴിഞ്ഞ മാസം അവനുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷവും അവനുണ്ടായിരുന്നു, കഴിഞ്ഞ കല്യാണത്തിനും അവനുണ്ടായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നൊരു സമയം. അത് കഴിഞ്ഞ് ഇഷാ എന്ന് പറയുമ്പോൾ പൊട്ടത്ത് നിൽക്കുന്ന ആളിനെ ലൈറ്റ് ഇടാതെ കാണാൻ പറ്റൂല. സൂര്യൻ മറഞ്ഞുപോയി, സൂര്യനെ പറ്റി ഒരു ചിന്ത പോലും ആർക്കുമില്ല. എല്ലാവരും പാതിരാത്രിയോടടുക്കുന്ന സമയത്തെ വാരിപ്പുണർന്നിരിക്കുകയാ. ഇതൊരു മനുഷ്യന്റെ ആഖിറത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവൻ മരണപ്പെട്ടു പോയി, ആരുടെയും മനസ്സിലവനില്ല, കാണാൻ പറ്റുന്നില്ല മുമ്പിൽ നിൽക്കുന്നയാളിനെ പോലെ എന്നതുപോലെ അവൻ ആരും ഓർക്കുന്നുമില്ല. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളെയും 5 നേരത്തെ നിസ്കാരം സൂചിപ്പിക്കുന്നു എന്ന് ഈ വിനീതന്റെ വാക്കല്ല, ഇമാം റംലി റഹിമഹുല്ലയുടെ വാക്കുകളാണ്. എന്റെ വാക്കെങ്കിലും നിങ്ങൾ വിശ്വസിക്കണ്ട, ഇമാം റംലി തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ അള്ളാഹു ഇസ്തിഖാമത്ത് കൊടുക്കും. തീരുന്നില്ല, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിന് പുറമേ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യേണ്ടത് എന്തെന്നറിയോ? അതേ ഹദീസിൽ തന്നെ റസൂലുള്ള പറയുകയാണ്, ഇസ്തഖീമു വഅലമു അന്ന ഖൈറ അമാലികുമുസ് സ്വലാത്ത്. 5 നേരത്തെ നമസ്കാരമാണ് അമലുകളിൽ ഏറ്റവും ഖൈറായത്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഖാമത്ത് ഉണ്ടാകണേ എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് തൊട്ടുടനെ പറഞ്ഞത് എന്തെന്നറിയോ? വലാ യുഹാഫിളു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനൂ. ഒരു സത്യവിശ്വാസിക്കല്ലാതെ വുളൂ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു സത്യവിശ്വാസിക്കല്ലാതെ വുളൂ സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഒരിക്കൽ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശ ലോകങ്ങളെ കടന്നുപോയി സിദ്റത്തുൽ മുൻതഹ കടന്ന് സ്വർഗ്ഗനരകങ്ങളെ കണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുനാജാത്ത് കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ പ്രവാചകൻ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ എന്ത് അമലാണ് ചെയ്യുന്നത്? നീ എന്ത് അമല് പ്രത്യേകിച്ച് നിനക്കുണ്ട്? അത് നീ ഒന്ന് പറ. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുക, ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽത ഫിൽ ഇസ്ലാം. നീ മുസ്ലിം ആയതിനു ശേഷം ചെയ്ത ഒരു അമല് നീ എനിക്കൊന്ന് പറഞ്ഞതാ. അള്ളാന്റെ റസൂലെ, എന്താ അതിനിപ്പോ ഇത്രയും വലിയ ഒരു ആശ്ചര്യം എന്തിനാണ് ആ വിഷയത്തിൽ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ബിലാലേ, സമിഅ്തു നഫ്ഫൻ അലൈക ബൈന യദൈ ഫിൽ ജന്ന. ബിലാലേ, സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ ഉലാത്തുമ്പോൾ എന്റെ മുന്നിൽ ഞാൻ ചെരുപ്പിന്റെ ശബ്ദം കേട്ടു. ബിലാലേ, ഞാൻ സ്വർഗത്തിലൂടെ ഉലാത്തുന്ന സമയത്ത് എന്റെ മുന്നിലൂടെ നീ നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. ബിലാലേ, നീ എന്ത് അമലാ ചെയ്തത്? ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. നീ മുസ്ലിം ആയതിനു ശേഷം എന്ത് അമലാണ് ചെയ്തത്? എനിക്കൊന്ന് പറഞ്ഞതാ. ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ തൊട്ടു മുന്നിൽ നിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം ഞാൻ കേട്ടു. ബിലാലേ, അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മറുപടി, ഇന്നത്തെ ദിവസം മുതൽ നമ്മുടെ കൂടപ്പറപ്പായി കൊണ്ട് നടക്കണം, എങ്കിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവും. അത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഏത് സമയത്തും വുളൂഇലാണ് നബിയേ. വുളൂ മുറിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വുളൂ ചെയ്യും. ആ വുളൂ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കും വുളൂവിന് വേണ്ടി. ആ വുളൂ ഞാൻ ഇങ്ങനെ പരിപാവനമായി സൂക്ഷിച്ചു വെക്കും. ഏതെങ്കിലും മനുഷ്യ സഹജമായ ഘട്ടത്തിൽ എന്റെ വുളൂ പോയാ പെട്ടെന്ന് ഞാൻ വുളുവെടുക്കും റസൂലേ, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കും നബിയേ. എന്നിട്ട് ആ വുളുവിനെ ഞാൻ പരമാവധി സൂക്ഷിക്കും നബിയേ. വുളു പോകുമ്പോ വീണ്ടും ഞാൻ വുളുവെടുക്കും റസൂലേ. ഇതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ പോകാൻ ചെയ്ത അമലെങ്കിൽ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ ബിലാൽ തങ്ങൾക്ക് നടന്നു പോകാൻ കഴിയത്തക്കവണ്ണം ബിലാൽ തങ്ങൾ ചെയ്ത അമല് ഏത് സമയത്തും വുളൂ ഉണ്ടായിരുന്നു എന്നുള്ളതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലാ യുഹാഫിളു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ. ഒരു വിശ്വാസിക്കല്ലാതെ വുളൂ സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ നമ്മുടെ ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കപ്പെടും. പുതുക്കി നമ്മുടെ ഈമാൻ മാറിക്കൊണ്ടിരിക്കും. അതോടൊപ്പം ഏത് സമയത്ത് വുളൂ കൃത്യമായി എടുക്കുന്ന ഒരാൾ പിന്നെ കള്ളുഷാപ്പിൽ പോവോ? വുളൂ ഉണ്ടെന്നൊരു ബോധമുള്ളവൻ പിന്നെ കള്ളുഷാപ്പിൽ പോവോ? വുളൂ ഉണ്ട് എന്ന് ബോധമുള്ള ഒരാൾ പിന്നെ പരദൂഷണം പറയാൻ നിൽക്കോ? വുളൂ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾ പിന്നെ ലോട്ടറി ടിക്കറ്റ് എടുക്കോ? വുളൂ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റേതെങ്കിലും തിന്മകളിൽ അയാൾ ചെന്ന് വീഴുവോ? ഇല്ല. എപ്പോഴും മനസ്സിനകത്ത് ഞാനൊരു വുളൂ എടുത്ത ആളാണ് എന്നൊരു ചിന്ത, സ്വയം ഒരു വിശുദ്ധനാണ് എന്ന ഒരു തോന്നൽ അയാൾക്കുണ്ടാവും. മരിക്കേണ്ടി വന്നാലോ വുളൂവോടുകൂടി മരിക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഔസുൽ അഅ്ലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ, ആ മഹാരഥന്മാരായ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, അവര് ഈ ലോകത്ത് ജീവിച്ച്
കാണിച്ചു തന്ന മാതൃക അക്ഷരം പ്രതി അനുധാവനം ചെയ്യാൻ അനുയായികളായ നമ്മൾ എവിടെയാണോ തയ്യാറാവുക അവിടെയാണ് ജീലാനി ദിനം അന്വർത്ഥമാവുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മട്ടൻ ബിരിയാണി കഴിക്കാം, ആണ്ടിന് പായസം വെച്ച് കുടിക്കാം, ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ അവരെയാണ് പിൻപറ്റുന്നതെങ്കിൽ, അവരോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിലാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.